മൈൻഡ് ടു മസിൽ കണക്ഷൻ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പൊതുവേ. പിന്നെ മൈൻഡലി പ്രിപ്പയർഡും അല്ലെങ്കിൽ ഞാനത് ചെയ്യും. എല്ലാ ഇതിലും പറയുന്നത് റേഞ്ച് ഓഫ് മോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡോറിനേറ്റ്സിന്റെ പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. ഡേഞ്ചർ ഒരു ട്രാക്ക് വേണം നമുക്ക്, ഇത്ര കാലറി ഡെയിലി ഇൻടേക്ക് ചെയ്യണം. അതിന്റെ മെയിൻ റിക്കവറി ആയിട്ടാണ്. വെൽക്കം ടു എപ്പിസോഡ് 2. ഒരു ഓഫ് സീസൺ. ഇപ്പം മുസാദിക്ക് ഒരു ഓഫ് സീസൺ 2023 തുടങ്ങി ഏത് മത്സരത്തിലോട്ടാണ് കോമ്പറ്റ് ചെയ്യുന്നത് നമുക്ക് ഉണ്ടാവില്ല. ഒരു എയിം ഇപ്പോൾ യൂണിവേഴ്സ് ചെയ്തു, വേൾഡ് ടൈറ്റിൽ അടിച്ചു. അപ്പോൾ അതിലൊരു ഓഫ് സീസൺ ഉണ്ടാവും, ഇൻ സീസൺ ഉണ്ടാവും, പീക്ക് ടൈം ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഒന്ന് പറ്റാവുന്ന പോലെ ഞാൻ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കാരണം ഇതൊരു ഓപ്പൺ ടോക്കാണ്. ഇവിടെ സ്റ്റിറോയിഡ്സിനെ കുറിച്ച് സംസാരിക്കും. നിങ്ങളുടെ വേറെ ഇപ്പം ഇതിന് മുന്നേ ഇരുന്നത് നമ്മളുടെ കേരളത്തിൽ തന്നെ ഫേമസ് ബോഡി ബിൽഡറാണ് സുമേഷ് റാവു. സുമേഷ് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ മുസാദിനെ പോലെ ഒരാളിരിക്കുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ബോഡി ബിൽഡേഴ്സൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഈ മസിൽ ഉണ്ടാക്കി എന്നുള്ളത് ചോദ്യമാണ്. അതെ, എങ്ങനെ ഈ മസിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഞാനിടയില് ഒരു എന്തെന്നാ പറയാ, രഹസ്യമായ പരസ്യം പറയാം. അല്ല, ഞാൻ എല്ലാവരും ബോഡി ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലെ കോമൺ തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കണില്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ അതില്ലാണ്ട് ഇൻ്റർനാഷണൽ സ്റ്റേജുകളോ അല്ലെങ്കിൽ സ്റ്റേജ് ബീറ്റ് ചെയ്യാനോ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. ആ ഒരു എക്സ്ട്രാ ബോഡിയാണ് ഈ പെർഫോമൻസിൽ, ഓവർ പെർഫോമൻസിൽ ഒരു നല്ല റേസിങ്ങിൽ ബോഡി സ്റ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വേണം അല്ലേ? എന്തായാലും അതെ. ഓഫ് സീസൺ ഒന്ന് പറയാമോ? ഞാൻ ഓഫ് സീസണേ നല്ല രീതിക്ക് പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ 9 months എങ്കിലും നമുക്ക് പിടിക്കണം. ഓഫ് സീസൺ മാത്രം. പക്ഷെ എന്നെ കൊണ്ട് പലപ്പോഴും ഇത് കഴിയാറില്ല. ഞാൻ ചിലപ്പോൾ 3 months പിടിക്കും. ഒരു 6 മാസം ഓഫ് സീസൺ പിടിച്ചത് ഇപ്പോൾ 2025 അന്ന് NBFന്റെ ടൈറ്റിൽ അടിച്ചില്ലേ 25, ഇപ്പോൾ 26 കഴിഞ്ഞ വർഷം. അത് എനിക്ക് പിടിച്ചത് അതുപോലെ നന്നായിട്ട് ചെയ്യാനും പറ്റി. ഒരു അത്യാവശ്യം ഒരു മാസത്തിൽ ഗെയിൻ ചെയ്ത് ഒരു 93-94 സ്റ്റേജ് വെയിറ്റ് കിട്ടി. ഇപ്രാവശ്യം എനിക്ക് ഓഫ് സീസൺ കിട്ടിയില്ല, വളരെ കുറഞ്ഞ ഫ്യൂ ഡേയ്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്താണ്ട് പെട്ടെന്ന് അങ്ങനെ പോയി. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു ഞാൻ. ഒരു മെയിൻ്റെനൻസ് കാലറി പോകുന്നു. ഓഫ് സീസൺ നമ്മൾ ഇപ്പം പ്രോട്ടീൻ്റെ അളവാണെങ്കിലും അനുസരിച്ച് കഴിഞ്ഞാൽ ഇപ്പം ബോഡി വെയിറ്റ് ഇൻഡു ഫുഡിൻ്റെ വരും അല്ലേ. അപ്പം മെഡിസിൻ ഞാൻ ഒരു 2 കോമ്പൗണ്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ ഓഫ് സീസണിൽ. പിന്നെ GH കോമ്പൗണ്ട് ടെസ്റ്റോ മെയിൻ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പ്രീമോ ഒരു സേഫസ്റ്റ് സാധനമാണ്, കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സേഫാണത്. ടെസ്റ്റും ഇതും എത്ര mg വരെയൊക്കെ ചെയ്യും? വീക്കിലി 250 ഒക്കെ ടെസ്റ്റ് വരും. അത് ടെസ്റ്റ് അത് അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് തീരുമാനിച്ചില്ല, എനിക്ക് സന്തോഷം ഇപ്പോഴും അസിസ്റ്റ് ചെയ്ത് തരുന്നത് ഈ ഫോറിനേഴ്സ് ആ സംഭവം. അപ്പം അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എനാന്തനേറ്റ് ചെയ്യുന്നു. അപ്പം അത് അവരുടെ പ്രോട്ടോക്കോളിൽ അങ്ങനെയായിരുന്നു, ഇന്നതായിരുന്നു. പിന്നെ ഇച്ചിരി ഇൻസുലിൻ്റെ ടച്ചും വന്നിട്ടുണ്ട് അതിനകത്ത് ലാസ്റ്റ്. ഈ ഓഫ് സീസണിൽ ഇൻസുലിൻ ചെയ്യണ്ടോ? ഓഫ് സീസണിൽ അതെ ഇൻസുലിൻ അന്ന് ആ ഷെഡ്യൂളുണ്ടായിരുന്നത്. പിന്നെ GH ഉണ്ട്. ഓഫ് സീസണാണ് ശരിക്ക് മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും ഡിസൈൻ ചെയ്യാൻ. എനിക്കൊരു അനുഭവട്ടെ ഞാൻ പറയണേ. ഇല്ല, അത് കറക്റ്റാണ്. കാരണം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഓഫ് സീസൺ ചെയ്യില്ല. ഞാനിപ്പോ അത് റെയിൽവേ എന്നൊരു 3 മാസം ലീവ് കിട്ടുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യും. സീസണൊക്കെ കൂടി ചെയ്യായിരുന്നു മൊത്തത്തില്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടിയത് ഓഫ് സീസൺ തന്നെ കേട്ടോ. അതൊരു 3 മാസം എടുത്തന്നെ. ആ 3 മാസം ഇപ്പൊ ഞാനിപ്പോ ഒരു ഫ്യൂ ഡേയ്സ് 3 ആഴ്ച. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ, ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇത് കേട്ടിട്ട് നിങ്ങളാരും സ്റ്റെറോയിഡ്സ് ചെയ്യണമെന്നൊന്നും നമ്മൾ താല്പര്യപ്പെടില്ല, ഒരാളെയും പ്രൊമോട്ട് ചെയ്യണില്ല. അതെ. അപ്പോൾ നിങ്ങളത് കേൾക്കുക. അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ല കോച്ചസിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കണ്ടെത്താം. ഇത് കേട്ടുകൊണ്ടിട്ട് നിങ്ങളാരും ഇതിന് ചെയ്യാനോ അതിനുവേണ്ടി തയ്യാറെടുക്കാനോ നിൽക്കരുത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ല, നിങ്ങൾ പറയണം എന്തായാലും.
ഇത് 1 or 2 ഇത് കോമ്പൗണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് അത് ഓഫ് സീസണിൽ ഈ ഇപ്പോൾ സാധാരണ നമ്മൾ 12 ആഴ്ച ഒരു സ്റ്റാക്ക് ചെയ്യും. 12 വീക്ക്. അതെ, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതേ 12 ആഴ്ച ചിലപ്പോൾ റെസ്റ്റ് കൊടുക്കുന്നവരുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുന്നത് 6 മാസം എടുത്തല്ലോ, ഇത് 24 വീക്ക്. 6 months. ആ ആദ്യമായിട്ടാണ് അത്ര കിട്ടുന്നത് എനിക്ക് പ്ലാനോട് ചെയ്യുന്നത്. കണ്ടിന്യൂസ്ലി അത് ചെയ്തു പോയോ? ഇല്ല, ഒരു 1-2 ആഴ്ച അങ്ങനെ ചെറിയൊരു ബ്രേക്ക് പിന്നെ വീണ്ടും. പിന്നെ നമ്മളവിടെ മത്സരങ്ങൾ വരിക പെട്ടെന്നാണല്ലോ. അതെ അതെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഇപ്പം ആ കണ്ടിന്യൂഷൻ കിട്ടില്ല. അവിടെ ഒരു 10 ദിവസമോ ഒരാഴ്ച കട്ടിങ്ങിലോട്ടൊക്കെ പെട്ടെന്ന് അങ്ങനെ വരാലാണ് മിക്കവാറും. പിന്നെ ഞാനിത് ഇതിൻ്റെ മെറ്റബോളിസം കറക്റ്റ് മാക്സിമം നോക്കും. കാലറി മെയിൻ്റെനൻസ് കാലറി മറ്റും നോക്കുമ്പം നമ്മൾ ആ ഒരു ഫാറ്റ് പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കട്ടിങ്ങിലോട്ട് പോകാൻ ഈസിയാണ്. അങ്ങനെയാണ് ഇൻ്റെത് മിക്കതും വർക്കൗട്ട് ആവുന്നത് കേട്ടോ. ഞാൻ ഓഫ് സീസണിലെ ഡയറ്റ് ഇതോടൊപ്പം എങ്ങനെയായിരിക്കും ഓഫ് സീസണിലെ ഡയറ്റ്? മനസ്സിലാക്കാം, നമുക്ക് പറയാം പ്രോട്ടീൻ്റെ ഒക്കെ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ബോഡി വെയ്റ്റിൻ്റെ 4 എടുക്കുന്നവരുണ്ട്, 5 എടുക്കുന്നവരുണ്ടാവും, 3 എടുക്കുന്നവരുണ്ട്. ഞാൻ 2.2, 2.5 ആ റേഞ്ച് എടുത്തിരുന്നുണ്ടോ. ഈ നമുക്കിത് അറിഞ്ഞിട്ടില്ല, ഓരോരുത്തരും നമ്മൾ ഓരോ ഗൈഡ് വാങ്ങി പഠിക്കുമ്പോഴാണ് അത് സംഭവങ്ങൾ അറിയുള്ളൂ. ഞാൻ പഠിക്കാനും സമയം കണ്ടെത്തില്ല. മുന്നേ എല്ലാ വിധത്തിലും അങ്ങനെ അസിസ്റ്റ് ചെയ്യുന്ന സന്തോഷമായിരുന്നു. നമ്മൾ പേഴ്സണൽ ട്രെയിനിങ്ങും എല്ലാം കൂടെ അല്ലേ, അപ്പോൾ ഇതിൻ്റെ റെസ്റ്റും വേണമല്ലോ. പിന്നെ കാർഡിയോ ഒരു സമയം ട്രാക്ക് ചെയ്യണം, വർക്കൗട്ടും എല്ലാം ട്രാക്കിൽ പോകണം, എങ്കിലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അസിസ്റ്റ് ചെയ്ത് നമ്മൾ സന്തോഷം തന്നെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഈസി വേ വിത്തൗട്ട് ഡേഞ്ചർ തന്നെയാണ് എൻഹാൻസ്. വിത്തൗട്ട് മാക്സിമം കുറച്ചിട്ട് മിനിമം ഡോസിൽ മാക്സിമം റിസൾട്ട് എന്നുള്ള അതിന് ലോങ് ആയിട്ട് പിടിച്ചേ പറ്റുള്ളൂ. മനസ്സിലാക്കാം, നമ്മളുടെ അത്ലറ്റ്സ് ഇത് കേൾക്കണം. മിനിമം ഡോസാണ്, മിനിമം ഡോസ്, അതിൽ മാക്സിമം റിസൾട്ട്. നേരത്തെയൊക്കെ പല സ്ഥലത്തുനിന്ന് ചെയ്ത് വന്ന അത്ലറ്റ്സ് ഒക്കെ ഉണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് മെഡിസിൻസ് ഭയങ്കര ഹെവി ഡോസിലാണ് ഇത് കൊടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ കൊടുത്താൽ ഒരുപാട് മസിൽ ഉണ്ടാവുന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ മുസാദിക്കിനെ കണ്ടതിന് അത് അറിയാൻ പറ്റും. മിനിമൽ ഡോസിലാണ് മുസാദിക്ക് പോവുക, പക്ഷെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് സ്റ്റേജ് ആണെങ്കിലും ഞാനിങ്ങനെ ഓണായി നിൽക്കും, പക്ഷെ റെസ്റ്റും എൻ്റെ ഫുഡും കിട്ടിയാൽ മതി. നേരെ മറിച്ച് നമുക്ക് ഈ എൻഹാൻസിൽ ഇട്ടിട്ട് വരുന്ന ഒരു ഹൈപ്പർ ഉണ്ടല്ലോ, അത് എനിക്ക് ഈ ഒരു സംഭവം ഞാൻ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂസ് ഹറിബറി ആയിരിക്കും സംസാരിക്കുമ്പോൾ ഭയങ്കര ഹറി. പിന്നെ വേറെ സംഭവം നമ്മളെ ഇൻഡസ്ട്രിയിൽ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനം ഈ വളർന്നു വരുന്ന പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഈ സംഭവം സാധിക്കും ഇങ്ങനെ പ്രശ്നം, ഇത്രയും പ്രശ്നങ്ങൾ, സാധനങ്ങൾ എവിടുന്ന ഈ പിള്ളേർക്ക് കിട്ടണം. അതെ, കിട്ടണതിന്റെ മാത്രമല്ല ഇത് സജസ്റ്റ് ചെയ്യുന്ന നോളേജും കൂടി നോക്കണേ. അതായത് എനിക്ക് തോന്നുന്നു ഒരു സീസൺ കോമ്പറ്റീഷൻ ചെയ്തതിന് പിന്നെ അവരടുത്ത കോച്ചാണ്, അടുത്ത കോച്ച്, പിന്നെ ഒരു കോച്ചാണ്, പിന്നെ അവരുടെ താഴെ ഇങ്ങനെ വരാം, പിന്നെ ശിഷ്യന്മാരുണ്ടാവും, എന്താണോ ശരീരത്ത് കയറണമെന്നുള്ളതോ അതിനെക്കുറിച്ച് പഠിക്കാനൊന്നും അവര് താല്പര്യപ്പെടുന്നില്ല. എങ്ങനെ വർക്കാവണോ, ആക്റ്റീവ് ലൈഫ് എത്രയാ, ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഇതുകൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഒരു ഇത്ര MG ആയിക്കളാ, അല്ലെങ്കിൽ ഇന്നത് ആഡ് ചെയ്തളാ. അനുസരിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം ഇതിനകത്ത് പറയട്ടെ. നിങ്ങൾക്കിപ്പം നിങ്ങൾ എൻ്റെ മുന്നേ തുടങ്ങിയതല്ലേ ഇങ്ങനെ ഇത് ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളും. അപ്പം കൃത്യമായിട്ടൊരു ഗൈഡൻസും ഒരു പ്രോപ്പർ ന്യൂട്രീഷനും കാര്യങ്ങളും ഡോക്ടറൊന്നും ഇല്ലാണ്ട് വരുന്ന ഈ ചീപ്പ് റേറ്റിന് ഹയർ ചെയ്യുന്ന കോച്ചസ്, ചീപ്പ് റേറ്റ് പറഞ്ഞാൽ ചിലപ്പം ഒരു പേരെടുക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പോൾ ബോഡി ബിൽഡിങ് അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു ഗെയിം അല്ലല്ലോ. നമുക്ക് ഫണ്ട് ഇതിനെന്തായാലും വേണം. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഭക്ഷണത്തിലായാലും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ് കഴിക്കണം. ക്വാളിറ്റി ഫുഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു മീലിൽ ബ്ലൂബെറി ഉണ്ട്. ബ്ലൂബെറി 350, 450, 200 ഗ്രാമിന് വരും. അത് ഒരാഴ്ച വരുമ്പോഴത്തേക്ക് ഒരു എമൗണ്ട് ആയി. മെയിനാണത്, വെറി മെയിനാണ്, വെറി മെയിനാണ്. അതുപോലെ അവക്കാഡോ, പൊമഗ്രാനൈറ്റ്, അവക്കാഡോ 450, 600 ഒക്കെ വരും ഓരോ സമയത്ത്. അപ്പോൾ ഇതിനെങ്ങനെ ചീപ്പാക്കണം എന്നുള്ള എനിക്കറിയില്ല.
കാരണം നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ട അതാത് സാധനങ്ങൾ നോൺ വെജ് പിന്നെ ഒരു ബാലൻസ് റേറ്റിൽ അങ്ങനെ പോവും. നോൺ വെജ് മെയിനാണ്. ഈ ഓഫ് സീസണിൽ ആ ഒരു കാപ്സിന്റെ പ്രോട്ടീൻ്റെ അളവൊക്കെ ഒന്ന് പറയാം, എത്ര മീൽ എടുക്കുന്നുണ്ട്? എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഒരു മെയിൻ്റനൻസിൽ ഇപ്പം അങ്ങനെ ഒരു മത്സരം കഴിഞ്ഞ് ഇപ്പോൾ 20 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സ് ബ്രേക്ക് ഗ്യാപ്പ്, അതൊരു മെയിൻ്റനൻസ് കാലറിയിൽ പോയാൽ മതി. നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടെ കണ്ടീഷൻക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ഓഫ് സീസണിൽ വരുന്നത് ബോഡി വെയ്റ്റ് ഇൻറ്റു 4-5 കാർബോ, ബോഡി വെയ്റ്റ് ഇൻറ്റു 2.5 to 2.2 180 ആ റേഞ്ചിൽ പ്രോട്ടീൻ എടുത്താൽ മതി. ഫാറ്റ്സ് ഒരു ബോഡി വെയ്റ്റ് ഇൻറ്റു ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഫാറ്റ് ഒരു 70 ഗ്രാം. ബോഡി വെയിറ്റ് ഇപ്പോൾ ഞാനൊരു 94-95 അങ്ങനെ 96 ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 100 ഒക്കെ വന്നിരുന്നല്ലോ ഒരിക്കൽ. ഞാൻ 110 180 അല്ല. സത്യം പറയുന്നോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളത്. പറ്റണില്ല. പിന്നെ ഓട്ടം കാര്യങ്ങൾ റെസ്റ്റ് ഇല്ല. അപ്പോൾ ഇതിന് നമുക്ക് ബോഡി പിന്നെ കോൾഡ് ഫ്ലൂ ബോഡി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അത് സംഭവം ഇതിന് തന്നെയാണ്, റെസ്റ്റ് ഇല്ലായ്മ. ഇല്ല. പിന്നെ നമുക്ക് പീസ്ഫുൾ മൈൻഡും കൂടെ വേണ്ടേ. മെയിനായിട്ട് റെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെ വർക്കും പിന്നെ ടോട്ടലായിട്ട് ഇപ്പോൾ എത്ര മീലാന്ന് പറഞ്ഞേ? ഇപ്പോൾ 5 മീൽ 5 മീൽ. അങ്ങനെ 5 മീൽ. ഈ 5 മീലിൽ ടോട്ടൽ പ്രോട്ടീൻ എത്രയാണ്? പ്രോട്ടീൻ 200 സംതിങ് വരും. ടോട്ടൽ 200. കാപ്സ് ഒരു 400 നിയർലി. ഫാറ്റ് ഫാറ്റ്സ് ഒരു 60-70 അങ്ങനെ വരും. ബിലോ 100 വരും. കിലോ 100. പക്ക ഓഫ് സീസൺ പോകുമ്പോൾ നമ്മൾ 100 എബവ് വരും കേട്ടോ ഫാറ്റൊക്കെ. ഫാറ്റ് ഉണ്ടാവും. ഇപ്പം ഇതിപ്പോൾ പക്ക ലീനിങ്ങിൽ ഒരു മത്സരം 1-2 മത്സരങ്ങൾ വരുന്നുള്ളൂ ആയിട്ട് മസിലെല്ലാം. അതെ അതെ, നമുക്ക് ഇച്ചിരി അതെ, ചെറിയൊരു പണി എടുത്താൽ മതി ഒരു കോമ്പറ്റീഷന് വേണ്ടി. അതെ അതെ അത്ര. ഇനി ഈ ട്രെയിനിങ്ങിലോട്ടൊക്കെ കിടക്കുമ്പോൾ, അതായത് ഓഫ് സീസൺ ട്രെയിനിങ്ങിലോട്ട് കിടക്കുന്നത് എങ്ങനെയൊക്കെ? അതിൻ്റെ വോളിയം എത്ര ഉണ്ടാവും? റെപ്പിറ്റേഷൻ ഇപ്പോൾ ഒരു മസിലാണോ ചെയ്യുക, 2 മസിലാണോ ചെയ്യുക? 3 മസിൽ ചെയ്യുന്ന ദിവസങ്ങളുണ്ട് ഒരു ദിവസം. ലെഗ്സ് പിന്നെ ലെഗ്സ് സെപ്പറേറ്റ് 2 ഡേയ്സ്. വീക്ക് പാട്ടുണ്ടെങ്കിൽ വീക്ക് പാട്ട് അനുസരിച്ച് ഡിസൈൻ ചെയ്യും. എനിക്ക് മെയിൻലി അപ്പർ ചെസ്റ്റ് ഡെൽറ്റോയിഡൊക്കെ വീക്കാണല്ലോ. വീക്ക് അത് ഒട്ടും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇച്ചിരി കൂടെ മെച്ചപ്പെട്ട്. പിന്നെ അപ്പം അത് 3 ഡേയ്സ് ഒക്കെ വീക്കിലി വരും. മറ്റേത് മേജറായിട്ടുള്ള ബാക്ക് ചെസ്റ്റൊക്കെ ഒരു 2 ഡേയ്സ്. പിന്നെ റെപ്സൊക്കെ എന്താ പറയുക വളരെ മിനിമമാണ്. പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് പോകാവുന്ന വെയിറ്റ് നമ്മൾ ബോഡി ബിൽഡിങ് തനിയെ ചെയ്താൽ മതി. ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ടെമ്പോ കറക്റ്റ് മൈൻഡ് ടു മസിൽ കണക്ഷൻ എന്നുള്ളൊരു സംഭവമാണ്. ഞാൻ പൊതുവെ ഞാൻ മിനിമം വർക്കൗട്ടുകൾ 4, 3, 5 ഒരു മസിൽ ലെഗ്സൊക്കെ അത്രേ ഉള്ളൂ എനിക്ക് വരുന്നത്. 4 വർക്കൗട്ടൊക്കെ വരുന്നുള്ളൂ. അതിൽ ബാക്കും ഫ്രണ്ടും വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് മുസാദിക്കിന്റെ കാഫ് മസിൽസും കാഫ്. ഒരു പക്ഷേ എനിക്ക് ജനറ്റിക്കലി അല്ല, ഫുട്ബോളിന്റെ അതുകൊണ്ട് ഉണ്ടാവും. പിന്നെ അത് ബിൽഡ് ചെയ്തെടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ തൈസിന്റെ വർക്കൗട്ട് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയാം, കാരണം എനിക്കും പഠിക്കാമല്ലോ. ഞാനത് ചെയ്യുന്ന ഇപ്പം ചൊവ്വാഴ്ച അതുപോലെ വെള്ളിയാഴ്ച. അത് ഒരു മസിൽ അത് ഫ്രണ്ട് ആണോ ബാക്ക് ആണോ? ഇല്ല, രണ്ടും കൂടെ ചെയ്യുന്നുണ്ട്. കാഫ് ഏതൊക്കെ മസിലാ ചെയ്യത്? സോറി, ഏതൊക്കെ വർക്കൗട്ട് ചെയ്യാം? വർക്കൗട്ട് മെയിൻലി എൻ്റെ വർക്കൗട്ടുകൾ ഹാക്ക്, പ്രസ്, സ്റ്റിഫ് ലെഗ്, ബൾഗേറിയൻ. ഹാക്ക് സ്കോട്ട് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യും. ഒരു നമ്മൾ ലെഗ് പ്രസ്, പിന്നെ സ്റ്റിഫ് ലെഗ്, ബൾഗേറിയന്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഷിഫ്. പിന്നെ എക്സ്റ്റൻഷനും കേളും. അത് 2 ഷെഡ്യൂളായിട്ട് എത്രയും വർക്കൗട്ട് വരുന്നത്. അത് എത്ര നമ്പർ ചെയ്യും? ഇപ്പോഴത്തെ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര സെറ്റ്സ് ഒക്കെ 3 സെറ്റ്സ് ഒക്കെ വരുന്നുള്ളൂ. നമ്പർ ഒരു 10 റെപ്സ് അത് വോളിയത്ത് ചെയ്യുന്ന ഒരു അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമുക്ക് മസിലിന് ടെൻഷൻ. എനിക്ക് മൈൻഡ് കണക്ഷൻ കിട്ടിയില്ലേ പിന്നെ ഞാൻ വെയിറ്റ് ഒന്നും പുഷ് ചെയ്യാൻ പോലും, ബ്രേക്ക് അവിടെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ മെൻ്റലി പ്രിപ്പയർഡും അല്ലെങ്കിൽ ഞാനത് ചെയ്യൂല. പിന്നെ നമുക്ക് പറ്റിയ മെഷീൻ അല്ലെങ്കിലും പുഷ് ചെയ്യാൻ നിൽക്കില്ല. മെഷീൻ്റെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മെക്കാനിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രസൻസ് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്.
അതെ അതെ പിന്നെ അത് പിന്നെ റേഞ്ച് ഓഫ് മോഷനും ഞാൻ എല്ലാ ഇതിലും പറയുന്നത് റേഞ്ച് ഓഫ് മോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഫുൾ റേഞ്ച് ഓഫ് ഫുൾ മോഷൻ. റേഞ്ച്. സ്കോട്ടൊക്കെ അപ്പോൾ ആസ്റ്റുഗ്രാസ് ഇല്ല, ഡീപ്പ് ഹൈ സ്കോട്ടിലോട്ട് ഹൈബാർ സ്കോട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ചെയ്യാറില്ല. അതിന്റെ ഹാക്ക് വരുന്നത് സ്കോട്ട് മൂവ്മെന്റ് അല്ലേ. എനിക്ക് തോന്നുന്നു ഡോറിനേറ്റ്സിന്റെ പ്രിൻസിപ്പിൾ അങ്ങനെയാണല്ലോ. ആ അത് പുള്ളി പറ്റണമെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാം. അതെ അതെ അതെ. അല്ല നിങ്ങൾ ഹൈബാറിന്റെ ഒരു കാര്യം പറയണ്ടേ, ഹൈബാർ സ്കോട്ട് നമുക്ക് വേണ്ട പോലെ എല്ലായിടത്തും എഫക്റ്റ് ചെയ്യില്ല. എഫക്റ്റ് ചെയ്യില്ല, മൈൻഡ് കിട്ടൂല കംപ്ലീറ്റ്ലി. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ 200 kg നിങ്ങൾ സ്കോട്ട് അടിക്കുമ്പോഴേ സ്കോട്ടായിട്ട് അടിക്കാന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു മസിൽ എന്തോ നിങ്ങൾക്ക് എൻഗേജ്ഡ് ആക്കാൻ പറ്റും. നേരത്തെ ഞാൻ അടിക്കുമായിരുന്നു നമ്മളുടെ ആ ഒരു നല്ലൊരു ടൈമിൽ. ആ, പിന്നെ അതിന് ഇഞ്ചുറിക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വളരെ കുറവാണ് ഞാൻ. സേഫും അല്ല, നമ്മൾ സേഫ് അല്ല. അതെ, അതിലൊരു പ്രോബ്ലംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഞാൻ 290 വരെയൊക്കെ സ്കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഞാനും ചെയ്തിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ഈ ഭ്രാന്ത് പറഞ്ഞ ഇങ്ങനെ പോലെ മൈൻഡ് മസിൽ കണക്ഷൻ നമുക്ക് ആ ചെയ്യാന്നേ ഉള്ളൂ. ചെയ്യാം. ആ ഇതുപോലെ കുറച്ച് കുറേ എനർജി വേസ്റ്റ് ആവും. റെപ് ടെമ്പോ ഒന്നും അത്ര നമുക്ക് ടെമ്പോന്നവർക്ക് ബാലൻസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യണമെങ്കിൽ അതെ, ഏത് ഞാനിപ്പോ മെഷീൻ. അതിന് പകരമായിട്ട് ഇപ്പോ ഞാൻ സ്മിത്ത് ഒക്കെ ചെയ്യുന്നുണ്ട്. സ്മിത്തിലൊക്കെ കുറച്ചുകൂടി നമുക്കൊരു സേഫ്റ്റി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും. അതെ 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 അതെ. പിന്നെ പെൻഡുലം ഒക്കെ സേഫാ. പെൻഡലം സ്കോട്ട് ചെയ്യുമ്പോൾ നീ പെയിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടല്ല. പെൻഡുലം ഇല്ല. നമ്മൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഫ്രെയിം ഇട്ടടിക്കാം. അടിച്ചിട്ട് 5 kilo ആണെങ്കിൽ 5 kilo ആഡ് ചെയ്താൽ മതി. എൻ്റെ വർക്കൗട്ട് സ്റ്റൈൽ അങ്ങനെയാണ്, ഇവർ പ്രോട്ടോക്കോളും അങ്ങനെയാണ്. ഒരുപാട് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല നമുക്ക്. അതെ, അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് മസിലായിട്ട്, അതെ അതെ. അത് നോക്കിയാൽ മതി. ഈ ഓറൽ സ്റ്റെറോയിഡ്സ് ഈ ഓഫ് സീസണിൽ എടുക്കാറുണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ഓറലില്ല. ഓരോന്നൊന്നുമില്ല. പീക്ക് ടൈമിലോ? പീക്കിലുണ്ട് നമ്മൾ ഈ ക്ലെന്നും അത് അനാവറും. നമ്മൾ ഈ ഇതല്ലേ കട്ടിങ്ങിൽ അല്ലാണ്ട് പീക്കിലും ഇല്ല. അനാവർ മാത്രമേ യൂസ് ചെയ്യും. ഇല്ല, അനാവറും ഇതൊക്കെ ഞാൻ അതിക്ക് കട്ടിങ്ങിലേ വരുള്ളൂ. കട്ടിങ് അതോളം സീസൺ ഇല്ലല്ലോ, ഒന്നുമില്ല. ഈ ഡൈനാബോള് ഇല്ല, സാധനങ്ങളൊന്നും വേസ്റ്റ് ഓഫ്. എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ എൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇൻഡസ്ട്രിയിൽ ഒരു 50% ബോഡി ബിൽഡിങ്ങിന് വേണ്ടാത്ത മെഡിസിനാണ്. അതെ അതെ അതുണ്ട്. നിങ്ങൾക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തോരം ബോഡി ബിൽഡേഴ്സ്. അത് എനിക്കറിയില്ല ഇപ്പൊ തന്നെ ക്യാഷ് മാത്രം പെപ്റ്റൈഡ്സുകളാണ് ആവശ്യമില്ലാതെ യൂസ് ചെയ്യണത്. അല്ല, ഒത്തിരി സംഭവങ്ങളുണ്ട് ആവശ്യമില്ലാതെ യൂസ് ചെയ്യണത്. അതും എനിക്ക് തോന്നുന്നത് ഈ ബിസിനസിന്റെ ഭാഗമായിട്ടാണത്. പക്ഷെ അത് അത് എഫക്റ്റ് ചെയ്യുന്നത് ആയിരിക്കാം ഒരു ടീം ഈ ക്യാഷ് വലിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ പോലത്തെ ആളുകളല്ല ഇത് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിലേക്ക്. ഇപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമുക്കൊരു 500 കിട്ടുമെങ്കിൽ ഒരാളത് അടിച്ചേൽപ്പിക്കണം നമ്മൾ, അത് അടിപൊളിയായിട്ടടാ എന്നും പറഞ്ഞിട്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറി നിൽക്കേണ്ട ഒരു സമയം. നമുക്ക് അടുത്ത ഫേസിലോട്ടൊക്കെ പോയാലോ. അതായത് ഇപ്പോൾ കോമ്പറ്റീഷനിലോട്ടൊക്കെ കിടക്കുന്ന സമയത്ത് ഓഫ് സീസണിൽ നിന്ന് കോമ്പറ്റീഷനിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ ഓഫ് സീസൺ തൊട്ട് കോമ്പറ്റീഷൻ വരെ നമ്മൾ GH യൂസ് ചെയ്യുന്നല്ലേ പറഞ്ഞു. അതെ അതെ അതെ. അത് എത്ര അയ്യോ എടുക്കാറ്? ഞാൻ 4-6 4 ഒന്നും ആവില്ല. 4 ഇപ്പം നിങ്ങളൊരു നോർമലി 80 kg ഒരു 4 വേണ്ടി വരും. എനിക്ക് 6-7 അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. മാക്സിമം ഒരു 8 വരെയൊക്കെ പോകും മാക്സിമം. ശരിക്കും നമുക്ക് ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ ഡോസ് ഇത്ര വേണ്ട. അതെ, ഈ 4 സാധനം 4 മതി. ഈ സാധനം എങ്ങനെയാ ഇന്ത്യയിൽ കിട്ടുന്ന, ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാലോ. ഈവൻ ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡ് ഉപയോഗിച്ചാൽ പോലും അത്ര എഫക്റ്റ് നമുക്ക് കിട്ടണില്ല. ഒരു സംഭവം കംപ്ലീറ്റ്ലി വരുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഫിനാൻസ്. അതെ, GHന്റെ ഒരു മെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഫിനാൻസ്. അപ്പോൾ ഞാനത് ചില സമയത്തൊന്ന് ഓഫ് എടുക്കും, ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ സീസണിലൊന്നും ഞാൻ ഈ ഓഫ് സീസണിൽ ഈ IGF ഒക്കെ ചെയ്യാറുണ്ട്. ഇല്ല, ഞാൻ നേരെ ബോഡി ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻസുലിൻ പ്ലസ് GH ഇൻസുലിൻ ഒരു 1-2 മാസം ചെയ്തുള്ളൂ കഴിഞ്ഞ ഓഫ് സീസണിൽ. അപ്പോൾ ഈ സമയത്ത് ഇപ്പം ഇൻസുലിൻ അറിയാലോ നമുക്ക് ഫാറ്റ് കൂട്ടാനായിട്ട് ഇതാണ്. ആ സമയത്ത് GHന്റെ ടൈമിംഗ് ഒക്കെ ഒന്ന് പറയാൻ പറ്റും? GH നോർമലി ഇപ്പോൾ RIU ആണെങ്കിൽ അത് എത്ര സമയമായിട്ട് എടുക്കും? എത്ര സ്പ്ലിറ്റ് ആയിട്ട് എടുക്കും മോർണിംഗിൽ. അപ്പോൾ ഇത് മോർണിംഗ് ഈവനിങ് ആയിട്ട്. ഇൻസുലിന് നമ്മൾ ഇതുപോലെ ആഫ്റ്റർ ട്രെയിനിങ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ സമയത്ത് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 time ആയിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യും. അത് സ്ലോ ആക്ടിങ് കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ എടുത്തിരുന്നത്. സ്ലോ ആക്ടിങ്ങിൻ്റെ ഫാസ്റ്റ് ആക്ടിങ് മുന്നേ ഞാൻ അതൊന്നും ജസ്റ്റ് ഉപയോഗിച്ചോളൂ. സ്ലോ ആക്ടിങ് പക്ഷേ ഇത് ഡേഞ്ചറാണ്.
സ്ലോ ആക്ടിങ് ഡേഞ്ചർ ഡേഞ്ചർ ആണ്. ആണ്. കാരണം ഈവൻ വെച്ചാൽ ഏത് സ്ലീപ്പിൽ സമയത്തോ നമുക്ക് സ്ലീപ്പിൽ വരെ ആ അതെ സാധനം അതെ നമുക്ക് എഫക്ട് ചെയ്യാൻ പറ്റും. കോമയിലൊക്കെ വരാൻ നമ്മൾ സാധ്യതയുണ്ട്. ഫാസ്റ്റ് ആക്ടിങ് ആണ് എപ്പോഴും സേഫ്. കാരണം അതെ 4 അതെ മണിക്കൂർ അതെ 5 മണിക്കൂർ അതെ കഴിയുമ്പോഴത്തേക്ക് അതെ അതെ. കുറച്ചുകൂടി നമുക്ക് പക്ഷെ നമ്മൾ നോർമലിലോട്ടൊക്കെ വരാൻ എപ്പോഴും പറ്റും. ബോധേഡായിരിക്കണം ഈ സ്ലോ ആക്ടിങ് എടുക്കുമ്പോൾ. ഡെക്സ്ട്രോസ് അത് ഒന്നിൽ ചെയ്യണവർ ഇതിന് ഡെക്സ്ട്രോസ് പോലുള്ള സാധനങ്ങൾ എപ്പോഴും കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ടാകാം എന്നുള്ളതാണ്. ഞാൻ വളരെ ഷോർട്ട് ടൈം എടുത്തിട്ടുള്ളൂ, 2 മാസം 2 മാസം. എൻഡില്. അതിലെങ്ങനെയാണ് ബോഡി പിന്നെ അതുപോലെ പെർഫോമൻസ്? വെള്ളം ഒരുപാട് കയറിയോ, അല്ലെങ്കിൽ മസിൽ മാസ് ആയിട്ടാണോ? ആ സമയത്ത് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്? നല്ല ഹൈ കാലറിക്ക് പോകണം ഇൻസുലിൻ എടുക്കുമ്പോൾ, നല്ല ഹൈ അല്ല, കാലറി. അതില് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഏതിന്നൊക്കെ എടുത്തിരുന്നത് ഈ ഹൈ കാലറിയിൽ? അയ്യോ, ഞാൻ എടുത്ത എല്ലാ കാർബോൺ ഞാൻ എല്ലാം കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഈവൻ ഫാറ്റ് പെർസെൻറ്റേജ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുത്തിരുന്നേ. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ ഇൻസുലിൻ നമ്മൾ ഒരുപാട് ആർത്തിയോടെ തിന്നാനുള്ളൊരു മൈൻഡാവും, എന്താണെന്നറിയാലോ. അപ്പോൾ റൈസും ഈ സ്വീറ്റ് പൊട്ടാറ്റോ, നോർമൽ പൊട്ടാറ്റോ, നേന്ത്രയും ബ്രൗൺ ബ്രെഡും വൈറ്റ് ബ്രെഡും എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ. എന്താ നമുക്ക് മൂഡ് വെച്ചാൽ, പക്ഷേ ഒരു ട്രാക്ക് വേണം നമുക്ക്, ഇത്ര കാലറി ഡെയിലി ഇൻടേക്ക് ചെയ്യണം. അത് മിഡ് നൈറ്റിൽ വരെ എൻ്റെ മീൽ എടുത്തിട്ടുണ്ട്. 2 ആ മണി സമയത്ത് നമ്മൾ ഈ ഷുഗർ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാറുണ്ടാവും, ബ്ലഡ് കൺട്രോൾ ചെയ്ത് പോകണം. ഇതിനകത്ത് നമ്മളൊരാളി പ്രൊമോട്ട് ചെയ്യല്ലോ കേട്ടോ. അല്ലല്ല, അത് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മുസാദിക്കിൻ്റെ ഒരു പേഴ്സണലായിട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യണത്. ഇത് കേട്ടിട്ട് നിങ്ങളാരും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയണത്. പിന്നെ നമ്മുടെയൊക്കെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാനൊരു ബാൻഡം വെയിറ്റിൽ കളിക്കുന്ന ഒരാളാണ്, 65-70. അപ്പം നമുക്കൊക്കെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉള്ള മസിൽ പോവാതെങ്കിലും നമ്മൾ അതെ അതെ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക. കാരണം ഇനി ഒരു വലിയ വെയിറ്റിലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കണം. അതെ അതെ. അല്ല, ഇതിൻ്റെ ട്രെയിനിങ് മെത്തേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ട്രാക്ക് ചെയ്യണത്, പ്രോഗ്രസ് ചെക്ക് ചെയ്യുന്നത് എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു രീതിയുണ്ട്. സോറി കേട്ടോ, ഇതൊന്ന് ഇപ്പോൾ എന്നൊക്കെ ചെയ്യിച്ചിരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ആ 2 നേരം വർക്കൗട്ട് ചെയ്യിക്കും. ഇപ്പോൾ ബഷീർക്കാണെങ്കിൽ പോലും 2 നേരം വർക്കൗട്ട് ചെയ്യിച്ചിട്ടുണ്ട്, കാർഡിയോ ചെയ്യിച്ചിട്ടുണ്ട്. കാരണം വെയിറ്റിലോട്ടൊക്കെ എത്തിക്കണതിൻ്റെ കാര്യങ്ങൾ. അതെ അതെ. പിന്നെ ഇന്നത്തെ പോലെ സുലഭമായിട്ടുള്ള സംഭവങ്ങളൊന്നും അന്ന് കിട്ടിയിരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. അന്ന് നമ്മുടെ ചോദിച്ച കോച്ചസിനൊക്കെ പരിമിതികളായിട്ടുള്ള ലിമിറ്റേഷനിൽ നിന്നുള്ള അറിവുകളാണ് നമുക്ക് ചെയ്തിരുന്നത്. ഇന്നൊക്കെ എല്ലാം കിട്ടും. ബുക്സ് ആണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക, ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒത്തിരി നോളേജ് കിട്ടും. എന്നിട്ട് പോലും പ്രോപ്പറായിട്ടുള്ള നോളേജ് ഇതിൽ കിട്ടണില്ല എന്നുള്ളത്, ചെയ്യണില്ല എന്നുള്ളതാണ്. കുട്ടികളിലേക്ക് എത്തുന്നില്ല, ഈ ബിഗിനേഴ്സിനെ ഒന്നും ഒട്ടും എത്തുന്നില്ല. അതെ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, 2 നേരമൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. 2 നേരം ഭയങ്കര ഇന്റൻസിൽ ഭയങ്കര ഇന്റൻസിൽ, ഒരേ ഇന്റൻസിൽ 2 നേരം വർക്കൗട്ട്, 2 റിക്കവറി ഒക്കെ. അതാണ് ഇന്ന് നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇന്ന് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചത് ഞാനത് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് അതിശയപ്പെടാറുണ്ട്. ഞാനും 4 നേരമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ മെയിൻ റിക്കവറിയാണ്. ഇന്ന് ഞാൻ അതൊക്കെ നമുക്ക് ശരിക്കും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഇന്ന് നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് പല കോച്ചസിൻ്റെയും ഇതെന്ന് പറയുന്നത്, ചെയ്തിരുന്ന ആൾക്കാരെ ഒന്നുകൂടി ഒന്ന് പൊടി തട്ടിയെടുത്ത് അവരാക്കാം, അല്ലാണ്ട് 0 ആരെയും കൊണ്ടുവന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഷെട്ടിനാണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യിക്കണത് 0 എന്നാണ്. അവിടെ ഈ ഒരു സിമെട്രിയിലോട്ടൊക്കെ അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് കാണിക്കാൻ പറ്റുന്നത്. അപ്പോ മുസാദിക് മൂസ എന്ന് പറഞ്ഞ വേൾഡ് ചാമ്പ്യൻ. കാരണം ആൾക്കാർ ഇന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സംഭവം നിങ്ങളുടെ പീക്ക് വീക്കിൽ നിങ്ങളുടെ കാർഡിയോനെ കുറിച്ചും, കാപ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യുക, അതുപോലെ മെഡിസിൻ എവിടെ വെച്ചിട്ട് ചേഞ്ച് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ, അതാണ് കേൾക്കാൻ ആഗ്രഹിക്കുക. അതൊന്ന് പറയാമോ? പിന്നെ ഈ കാർഡിയോൻ്റെ നിങ്ങൾ പറഞ്ഞില്ലേ, കാർഡിയോ സ്റ്റാർട്ട് ടു എൻഡ് വരെ, ബിഫോർ സ്റ്റേജ് വരെ കാർഡിയോ ഉണ്ട്. ഇന്ന് ഓഫ് സീസൺ തുടങ്ങുകയാണെങ്കിൽ ഇന്ന് മുതൽ കാർഡിയോ ട്രാക്കാണ്. ഞാനിത്ര സ്ട്രിക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും എനിക്കും മിസ്സാവാറുണ്ട്. ഞാനിങ്ങനെ കറങ്ങി അവിടെ ഇവിടെ ഒക്കെ ആകുമ്പം നമുക്കൊരു ലൊക്കാലിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലൊക്കേഷനിൽ പോയി സെറ്റാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊറ്റയ്ക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ പോലും ഇതൊരു ഫാമിലി ഷിഫ്റ്റിംഗ് പോലെയാണ്. ഒരുപാട് സാധനം നോക്കണം നമുക്ക്, പിന്നെ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ കാർഡിയോൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ്, നോർമൽ വാക്കിംഗ് കിട്ടിയാൽ മതി നമുക്ക്. അതിനായിട്ട് ഓടുക അല്ലെങ്കിൽ സൈക്ലിംഗ് തന്നെ ചെയ്യണം, അത് മസിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആവും.
എന്നുള്ളതല്ല, സ്റ്റെപ്സ് കിട്ടണം. സ്റ്റെപ്സ് ട്രാക്ക് ചെയ്യും ഞാനൊരു 8,000 10,000 ബിലോ. അത് പീക്കിലും സീസണക്കൊക്കെ വരുമ്പോൾ ഒരു 15,000 സ്റ്റെപ്പൊക്കെ വരും, 12, 15 അങ്ങനെ വരും. എനിക്കതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ട്. ഞാനതുകൊണ്ട് ഓവർ സ്ട്രെയിൻ ചെയ്യാണ്ട്, പക്ഷെ റെസ്റ്റ് മെയിൻ ഫാക്റ്റ്. നമ്മൾ എന്തോരം റെസ്റ്റ് എടുക്കുന്നോ അത്രയും ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എത്ര മണിക്കൂറൊക്കെ ഉറങ്ങും? ഉറക്കം ഒരു 7 മണിക്കൂർ നൈറ്റ് പിടിക്കും. നമ്മൾ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ആരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഒരു 11 മണി 11:30 ഇങ്ങനെയൊക്കെ ആവും. ഉച്ചക്കുള്ള ഉറക്കം? ഉച്ചയ്ക്ക് ഇച്ചിരി കിട്ടും, അത് ഒന്ന് റിക്കവറാവും. അപ്പോൾ ഉള്ളൊരു ഫ്യൂൽ അതിലാണ് പിന്നെ ഈവനിങ് വർക്കൗട്ട് വരുന്നത്. പിന്നെ ഈ പെപ്റ്റൈഡ്സിൽ വേറെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? പിന്നെ ഞാനിപ്പോൾ ഇന്ന് വരെ GH മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ ഫിനാൻഷ്യൽ ഒരു ഇതുകൊണ്ടാ. മറ്റൊത്തിരി എനിക്കിപ്പം അതിനകത്ത് നമ്മളെ പ്രോട്ടോക്കോൾ ഒത്തിരി ഡാക്ക് പിന്നെ ഇത് 15 CJ എല്ലാം ഇഷ്ടംപോലെ പറയുന്നുണ്ട്. പക്ഷേ റിക്കവറിങ് ജോയിൻ്റ് റിക്കവറിക്കും ടിഷ്യൂസിന് VPC 157 എല്ലാം പറയുന്നുണ്ട്. അപ്പം അതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല, ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ശരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന പെപ്റ്റൈഡ്സ് റിസൾട്ട് ഉണ്ടോ? പെപ്റ്റൈഡ്സ് ഞാൻ ചെയ്തവരോടൊക്കെ ചോദിച്ചപ്പോൾ റിസൾട്ട് ഉണ്ട്, കുഴപ്പമില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല എന്തോരം അത് വർക്കാവും എന്നുള്ളത്. ഒരു ലിമിറ്റ് വർക്കല്ലേ ഉള്ളത്, അല്ലേ? അത് പൊതുവെ നമ്മളുടെ GH പുഷ് ചെയ്യാനുള്ളൊരു സംഭവമാണ് അത് ചെയ്യാം. പിന്നെ ഇപ്പം ഇതൊക്കെ പറയുകയാണെങ്കിൽ 20% ഇൻസുലിൻ അല്ലേ വരുന്നത്, IGF ഒക്കെ വരാൻ. അതെ, അതെ. അതിലാറേ ഇപ്പം IGF-ന്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ഇൻസുലിൻ അതിലാറെ നന്നായിട്ട് ചീപ്പാണ്, ബെസ്റ്റുമാണ്, അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വിശ്വസിച്ച് എടുക്കാനും പറ്റും. ഇങ്ങനെ ഇച്ചിരി കൂടെ അതെ സേഫ്റ്റി ആണെന്ന് നമുക്ക് തോന്നും. സംഭവം ശരീരത്തിനത്ര സേഫ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം. ഇപ്പോൾ മുസാദിഖ് മൂസനെ കാണുമ്പോൾ, സ്റ്റേജിൽ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്ന സംഭവമുണ്ട്, ഇത് എന്തൊക്കെ അടിച്ചിട്ടാക്കി വന്ന് നിൽക്കണേ എന്നുള്ളത്. അത് മുസാദിഖിനെ മാത്രമല്ല ബോഡി ബിൽഡിങ്ങിൽ പറയുന്ന കാര്യമാണ്. പക്ഷേ അതിൽ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും, പുറത്തുള്ള കാണികളുണ്ടാവും. ഇതിനിടയിൽ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതെല്ലാവരും മറന്നുപോകും. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഡ്രോപ്പായി പോയിട്ടുണ്ടോ? ഇപ്പം എനിക്ക് പറ്റണില്ല, ഞാൻ നേരത്തെ ചോദിച്ചാണ്, പക്ഷെ അത് പ്രോപ്പറുള്ള ഒരു ആൻസർ കിട്ടി. ഫിനാൻസ് കൊണ്ട് കട്ടായി പോയിട്ടുണ്ട്. പിന്നെ ഈ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള മെൻ്റലി നമ്മൾ ഡൗൺ ആകുമ്പോൾ ബോഡി ബിൽഡിങ് സ്റ്റോപ്പ് എന്നും പറഞ്ഞിട്ട്, എന്നാലും നമ്മളെ ബ്ലഡിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെങ്കിലും നമ്മൾ വീണ്ടും വിൽക്കാം, അഗൈൻ വിൽ ബാക്ക്. കാർബോ ലോഡിങ്ങും ഡിഫറെൻറ്റ് കാർബോ ഇട്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ ഏറ്റവും നല്ല കണ്ടീഷൻ വരുന്ന ഒരു ദിവസം നമ്മൾ ലോഡ് ചെയ്ത കാർബോ അതെടുത്തിട്ടാണ് പിന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു കാർബോ നമ്മൾ ഒരിക്കലും ലോഡ് ചെയ്യാനും പോരുത് ആ സമയത്ത്. അതൊക്കെ സ്റ്റോമക്കിന് പ്രശ്നമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. പരീക്ഷിച്ചിട്ട് എനിക്ക് എന്താ